സർക്കാരിനെ കൈയൊഴിഞ്ഞ് CPM. ഫസ്റ്റ് റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. പ്രധാന വാർത്ത. ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ADGP RSS കൂടിക്കാഴ്ചയിൽ സർക്കാരിനെ കൈയൊഴിഞ്ഞ് പാർട്ടിയും മുന്നണിയും. വിവാദം പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ. CPIയെ പോലെ തങ്ങൾക്കും അതൃപ്തിയുണ്ടെന്ന് പ്രതികരണം. ഞങ്ങൾക്ക് അതൃപ്തി. പിന്നെ നിങ്ങൾ CPIനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അത് തൃപ്തിയോടുകൂടിയാ. സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് LDF കൺവീനർ. CPM RSS ഡീലെന്ന് VD സതീശൻ. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങളിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ഒരാഴ്ചയായിട്ടും പ്രതികരണമില്ല. മൗനം വെടിയണമെന്ന് പ്രതിപക്ഷം. പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. അജിത് കുമാറിനെതിരായ നടപടി ആവശ്യം ശക്തം. അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന ADGPയുടെ കത്ത് തള്ളി DGP. കത്തിലെ ഉള്ളടക്കം ചട്ടലംഘനം. പൂരം കലക്കിയതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരോപണ വിധേയനായ ADGP അജിത് കുമാർ. റിപ്പോർട്ട് സമർപ്പിച്ച് 4 മാസമായിട്ടും ഉള്ളടക്കം പുറത്തുവിടാതെ സർക്കാർ. റിപ്പോർട്ട് ചോദിക്കേണ്ടത് സർക്കാരിനോടെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിക്കെതിരെ VD സതീശൻ. അതാണ് ഞാൻ പറഞ്ഞ പൂരം കലക്കി പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. ശരിക്കും പൂരം കലക്കായിരുന്നു. BJPയെ ജയിപ്പിക്കും. വോട്ട് മറിച്ചത് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. തലസ്ഥാനത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് 4 ദിവസം. ദുരിതക്കയത്തിൽ പൊതുജനം. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കുടിക്കാനായിട്ട് വെള്ളം ബോട്ടിൽ വെള്ളം വാങ്ങിച്ചാണ് കുടിക്കുന്നത്. വെള്ളം നിങ്ങൾ എവിടെ നിന്ന് കുടിക്കണ്, എവിടെ നിന്ന് എടുക്കണ് എന്ന് പോലും ചോദിക്കാൻ ആരുമില്ല. വൈകിട്ടോടെ പരിഹരിക്കുമെന്ന മന്ത്രിയും മേയറും. റെയിൽപാത ഇരട്ടിപ്പിക്കലിലെ അറ്റകുറ്റപ്പണി തീരാത്തത് പ്രതിസന്ധി. NCPയിൽ മന്ത്രിസ്ഥാനത്തിനായി നീക്കം ശക്തമാക്കി തോമസ് കെ തോമസ്. മുഖ്യമന്ത്രിയെ കണ്ടു. ശശീന്ദ്രന്റെ ശാഠ്യം ശരിയല്ലെന്ന് തോമസ് കെ തോമസ്. NCP തീരുമാനിച്ചാൽ നടപടിയെന്ന് മുഖ്യമന്ത്രി. തർക്കമില്ലെന്ന് AK ശശീന്ദ്രൻ. US ഓപ്പൺ വനിതാ കിരീടം ബെലറൂസിന്റെ അരീന സബലങ്കയ്ക്ക്. ഫൈനലിൽ തോൽപ്പിച്ചത് അമേരിക്കയുടെ ജെസിക്ക പെഗുലയെ. പുരുഷ ഫൈനൽ ഇന്ന്. നേഷൻസ് ലീഗ് ഫുട്ബോളിൽ പോർച്ചുഗൽ, സ്പെയിൻ ടീമുകൾ ഇന്നിറങ്ങും. ADGP MR അജിത് കുമാറും RSS നേതാവും കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെ കൈയൊഴിഞ്ഞ് CPM. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ അതൃപ്തിയുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ADGPയെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ മാറ്റാത്തതിൽ മുന്നണിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. PV അൻവറിന്റെ ആരോപണത്തിൽ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചെങ്കിലും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ വിവാദത്തിൽ ADGPയെ കൈവിടേണ്ടി വരും. കാരണം പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വിഷയം വലിയ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ വാക്കുകൾ കടുത്ത അതൃപ്തിയുടെ സൂചനയാണ് നൽകുന്നത്. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ CPIക്ക് അതൃപ്തിയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി കേൾക്കുക. ഞങ്ങൾക്ക് അതൃപ്തി. പിന്നെ നിങ്ങൾ CPIനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അത് തൃപ്തിയോടുകൂടിയാ. ADGPയെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് CPM. അല്ല, ഇപ്പം ആരെയാ കണ്ടുകൂടാത്? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPMനെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട. വിവാദങ്ങൾ പാർട്ടിയും മുന്നണിയും ബാധിക്കുന്നുണ്ടെന്നും ഇനിയും അജിത് കുമാറിനെ സംരക്ഷിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിയോട് പറയാതെ പറയുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. അജിത് കുമാർ LDFന്റെയോ CPMന്റെയോ ഭാഗമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ച് സർക്കാരിനെ ഉലയ്ക്കാം, മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകും. പാർട്ടിയും മുന്നണിയും ഇടഞ്ഞതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർണായക തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതേസമയം വിവാദങ്ങൾ ഉണ്ടായ ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന ADGP MR അജിത് കുമാറിന്റെ കത്ത് തള്ളി സംസ്ഥാന പോലീസ് മേധാവി. കത്തിലെ ഉള്ളടക്കം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സംഘത്തിലെ IG-യും DIG-യും പ്രോട്ടോകോൾ പ്രകാരം ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അജിത് കുമാറിനാണ് എന്നത് വിവാദമായിരുന്നു.
ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ ചൊല്ലി തുടക്കം മുതൽക്ക് വിവാദങ്ങൾ ഉയർന്നിരുന്നു. സംഘത്തിലെ IG-യും DIG-യും പ്രോട്ടോകോൾ പ്രകാരം ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരോപണ വിധേയനായ ADGP-ക്കായിരുന്നു. ഇതാണ് വിവാദമായത്. ഇതോടെ പരിഹാരം ചൂണ്ടിക്കാട്ടി വിചിത്ര കത്തുമായി ADGP തന്നെ രംഗത്തെത്തി. അന്വേഷണം പൂർത്തിയാകും വരെ IG-യും DIG-യും സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന നിർദ്ദേശമടങ്ങിയ കത്തായിരുന്നു ADGP സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ നൽകിയത്. എന്നാൽ ഈ കത്ത് പൂർണ്ണമായും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തള്ളി. കത്ത് ചട്ടവിരുദ്ധമാണെന്നും കത്തിന്റെ ഉള്ളടക്കം ചട്ടലംഘനമാണെന്നും DGP വിലയിരുത്തി. പ്രോട്ടോകോൾ പ്രകാരം ADGP-ക്ക് തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്യട്ടെ എന്നാണ് DGP-യുടെ നിലപാട്. ഇതോടെ DGP-യും ADGP-യും തമ്മിലുള്ള ഭിന്നത ഒരിക്കൽ കൂടി പ്രകടമായി. അന്വേഷണ സംഘം രൂപീകരിച്ചതിൽ തന്നെ DGP-ക്ക് അതൃപ്തിയുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. DGP-യുടെ അഭിപ്രായങ്ങൾ അവഗണിച്ച് ആരോപണ വിധേയനായ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി കൂടി ഉൾപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് അന്വേഷണ സംഘത്തെ തെരഞ്ഞെടുത്തത്. ഇതും വിവാദം മൂർച്ഛിക്കാൻ കാരണമായി. മീഡിയ 1 തിരുവനന്തപുരം. ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ അടക്കം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി മൌനം തുടരുകയാണ്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ചിട്ടും നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. TP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നുവന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പരിഹസിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെൻകുമാർ RSS പാളയത്തിലാണ് എന്ന് പറഞ്ഞായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതിരോധം തീർത്തത്. RSS മേധാവിയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെതിരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനമുയർത്തി. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS-ന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് സർക്കാരും CPM-ഉം. ഇതുകൂടാതെ ഗുരുതരമായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത CPM നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ MV ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്തു. എന്നാൽ വിവാദമുയർന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിട്ടില്ല. MR അജിത് കുമാറും RSS നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. ഈ വിഷയത്തിൽ നടപടി വേഗത്തിൽ വേണമെന്ന ആവശ്യം CPM-ലേക്കും സർക്കാരിലേക്കും ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇതോടെ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്തുന്നുവെന്ന് പറയുമ്പോഴും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് സൂചന. നടപടി വൈകിയാൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായ എതിർശബ്ദങ്ങൾ വീണ്ടും ഉയരും. മീഡിയ 1 തിരുവനന്തപുരം. ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡീലിന്റെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ദൂതന്മാരെ അയക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ ആരോപിച്ചു. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്താണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി സന്ദർശിക്കാനുള്ള കാരണം? ഒരു കാരണമില്ല. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് പൊളിറ്റിക്കൽ മിഷനായിരുന്നു, അത് പരസ്പരം സഹായിക്കാൻ വേണ്ടി. ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. അത് ഒരിക്കലും തന്നെ അത് മൗനം ഭൂഷണമല്ല. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് ആരോപണ വിധേയനായ MR അജിത് കുമാറാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ADGP റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ 4 മാസം കഴിയുമ്പോഴും റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അജ്ഞാതമായി തുടരുകയാണ്. ഈ വർഷം ഏപ്രിലിൽ നടന്ന തൃശൂർ പൂരത്തിന്റെ അവസാന ചടങ്ങുകൾ കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദം 5 മാസം പിന്നിട്ടിട്ടും കെട്ടടങ്ങുന്നില്ല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകിനെ ഉപയോഗിച്ച് പൂരം കലക്കിയത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തന്നെയായിരുന്നെന്ന് PV അൻവർ MLA കഴിഞ്ഞ ദിവസം ആരോപിച്ചതോടെയാണ് വിവാദം വീണ്ടും തലപൊക്കിയത്. പൂരം കലക്കലിന്റെ അന്വേഷണ ചുമതല ആർക്കായിരുന്നുവെന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. തന്റെ ഓഫീസിൽ വന്ന 2 പരാതികളിലും അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ്. അന്വേഷണ ചുമതലയാകട്ടെ ADGP MR അജിത് കുമാറിനും. ഒരാഴ്ചക്കുള്ളിൽ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ചു. തുടർന്ന് ആരോപണ വിധേയനായ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടു. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 4 മാസം കഴിഞ്ഞിട്ടും അതിലെ ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും റിപ്പോർട്ടിനെ കുറിച്ച് ധാരണയില്ല.
അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആഭ്യന്തര വകുപ്പിന് മറ്റൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പൂരം കലങ്ങുമ്പോൾ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ നേതാവും ഉയർത്തിക്കഴിഞ്ഞു. പൂരം കലക്കലിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന അൻവറിന്റെ ആരോപണം കൂടി വന്നതോടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സർക്കാർ പുറത്തുവിടണമെന്ന ആവശ്യമാണ് അന്നത്തെ LDF UDF സ്ഥാനാർത്ഥികളടക്കം ഉന്നയിക്കുന്നത്. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ ആദ്യം പരാതി നൽകിയ SI ശ്രീജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. നാളെ തൃശൂർ DIG ഓഫീസിൽ വെച്ചാണ് മൊഴിയെടുക്കൽ. സുജിദാസ് മലപ്പുറം SP ആയിരുന്ന സമയത്ത് പിടികൂടിയ സ്വർണം സംബന്ധിച്ചും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. സുജിത് ദാസ് SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ മരമുറി നടന്നുവെന്ന് ആദ്യം പരാതി നൽകിയത് നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന SI ശ്രീജിത്താണ്. ഈ പരാതിയിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് വിഷയത്തിൽ PV അൻവർ MLA ഇടപെട്ടത്. നാളെ തൃശൂർ DIG ഓഫീസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്ന് ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. മരമുറിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് ശ്രീജിത്ത് കൈമാറും. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും SP സുജിത് ദാസും സംഘവും സ്വർണം തട്ടിയെടുക്കുന്നു എന്ന ആരോപണം ഗൌരവമായാണ് അന്വേഷണ സംഘം കാണുന്നത്. സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്നലെ PV അൻവർ MLA DIGക്ക് കൈമാറി. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. വ്യാജക്കേസുകൾ ചമച്ച് മനുഷ്യരുടെ ജീവിതം തകർക്കാനും മലപ്പുറത്തെ പോലീസിന് യാതൊരു മടിയുമില്ല. സുഗന്ധദ്രവ്യം MDMA ആണെന്ന് ആരോപിച്ച ബേലാറ്റൂർ പോലീസ് 4 യുവാക്കളെയാണ് ക്രൂരമായി പീഡിപ്പിച്ച് ജയിലിലാക്കിയത്. രാസപരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് ഇവരുടെ ജയിൽ മോചനം സാധ്യമായത്. 2022 ഒക്ടോബർ 24 മയക്കുമരുന്ന് കേസുകൾ പരമാവധി രജിസ്റ്റർ ചെയ്യണമെന്ന് SP സുജിത് ദാസ് കർശന നിർദ്ദേശം നൽകിയ സമയം നിഷാദ്, ഷെഫീഖ്, മുബഷിർ, ഉബൈദുള്ള എന്നിവരെയും ഇവർ സഞ്ചരിച്ച കാറും മേലാറ്റൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിലുണ്ടായിരുന്ന സുഗന്ധദ്രവ്യം മയക്കുമരുന്ന് എന്നായിരുന്നു പോലീസ് വാദം. സ്റ്റേഷനിലെത്തിച്ച യുവാക്കളുടെ ദേഹത്ത് മുളക് തേച്ച് പിടിപ്പിച്ച് മർദ്ദിച്ചതായി യുവാക്കൾ പറയുന്നു. ഫുൾ ഉപദ്രവം. രാത്രി 7 മണി മുതൽ രാവിലെ 4 മണി വരെ ഫുൾ ഉപദ്രവമായിരുന്നു. അങ്ങനെ ചെയ്യാൻ ബാക്കിയില്ല. വാതിനുള്ളിൽ കൈ കുടുക്കി വാതിലടിച്ചു. പിന്നെ ശരീരം മൊത്തം മുളക്, ചെറിയ മുളക് ശരീരം മൊത്തം തേച്ചു. റിമാൻഡിലായ യുവാക്കൾ 88 ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത്. റീജിയണൽ കെമിക്കൽ ലാബിലെ പരിശോധനയിൽ യുവാക്കളുടെ കയ്യിലുണ്ടായിരുന്നത് മയക്കുമരുന്നല്ലെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത്. അപ്പൊ നമുക്ക് കോടതി ജാമ്യം തരുമ്പോ യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല. നമ്മളെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി 1 ടൈം പോയി സൈൻ ചെയ്യണമെന്നോ ഒരു സംഭവം നമുക്കില്ല. ഈ കാറായിരുന്നു അന്ന് അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നത്. 3 മാസം 88 ദിവസം കിടന്നത്. ഈ വണ്ടി പോലും നമുക്കൊരു 3-4 ദിവസം കൊണ്ട് റിലീസ് ചെയ്യാനുള്ള ഓർഡർ നമുക്ക് കോടതി തന്നിട്ടുണ്ട്. ഇതുപോലെ വ്യാജ കേസുകൾപ്പെട്ട് ജീവിതം തകർന്ന ഇത്തരത്തിലുള്ള നിരവധി പേർ മലപ്പുറത്തുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം. തലസ്ഥാനത്ത് ജലവിതരണം മുടങ്ങിയിട്ട് 4 ദിവസം. പുലർച്ചെ ഭാഗികമായി പമ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും വാൽവിൽ ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ചു. 4 മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മീഡിയ 1 പറഞ്ഞു. പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെയോടെ നഗരത്തിൽ വെള്ളമെത്തും. ഇന്നലെ വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട മന്ത്രി വി ശിവൻകുട്ടി നൽകിയ ഉറപ്പായിരുന്നു ഇത്. പക്ഷേ ഉറപ്പ് പാഴായി. വെള്ളമെത്തിയില്ല. ജനങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിൽ തന്നെ. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കുടിക്കാനായിട്ട് വെള്ളം ബോട്ടിൽ വെള്ളം വാങ്ങിച്ചാണ് കുടിക്കുന്നത്. പ്രാഥമിക കർമ്മങ്ങൾ മാത്രമേ നടക്കണുള്ളൂ, അല്ലാതെ ബാക്കി ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടന്ന പണി പ്രതീക്ഷയ്ക്കപ്പുറം നീണ്ടുപോയത് പ്രതിസന്ധിക്ക് കാരണമായെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ തടസ്സങ്ങളും നീക്കി വൈകിട്ട് 4 മണിയോടെ വെള്ളമെത്തിക്കുമെന്ന ഉറപ്പും മന്ത്രി നൽകി. 2:30-3 മണിയോട് കൂടി നമുക്ക് ചാർജ് ചെയ്യാവുന്ന നിലയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സാങ്കേതികമായ മറ്റു തകരാറുകളൊന്നും ഉണ്ടാവില്ലെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. നിലവിൽ കണ്ടെത്തിയ ലീക്ക് മാറ്റി ഉച്ചയോടെ പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 6 മണിയോടുകൂടി വെള്ളം പൂർണ്ണമായി എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് ഇപ്പോൾ ഉള്ള പ്രതീക്ഷിക്കുന്നത്. താൽക്കാലിക പരിഹാരത്തിനായി കൂടുതൽ ടാങ്കറുകൾ സജ്ജമാക്കിയിരിക്കുകയാണ് നഗരസഭ. ടാങ്കറുകൾ നമുക്ക് ലഭ്യമാക്കുന്നതിനനുസരിച്ച് പൂർണ്ണമായി ഈ വിഷയത്തിലേക്ക് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. സമീപത്തെ പഞ്ചായത്തുകളിലടക്കം ഓടുന്ന ടാങ്കറുകളെ നമ്മളിപ്പോൾ നഗരസഭ എന്നുള്ള നിലയിൽ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ സർവീസ് കൂടി നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ വരും പിന്നെ വരുമെന്ന് ഉറപ്പ് നൽകി അധികൃതർ കൈകഴുകുമ്പോൾ ഒരിറ്റ് വെള്ളത്തിനായി നഗരത്തിൽ 10,000-ങ്ങളാണ് നെട്ടോട്ടമോടുന്നത്. മീഡിയ 1, തിരുവനന്തപുരം. എയർ ഇന്ത്യ സാൾസിലെ കരാർ തൊഴിലാളികളുടെ സമരത്തിൽ വലഞ്ഞ യാത്രക്കാർ. കാർഗോ സർവീസ് പൂർണ്ണമായി നിലച്ചതോടെ ലഗേജിനായി മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു. ശമ്പള പരിഷ്കരണവും ബോണസും ആവശ്യപ്പെട്ടാണ് സമരം.
മന്ത്രിസ്ഥാനത്തിനായുള്ള നീക്കങ്ങൾ ശക്തമാക്കി കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ്. മുഖ്യമന്ത്രിയുമായി തോമസ് കെ തോമസ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. എൻസിപിയുടെ തീരുമാനം അറിയിച്ചാൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എൻസിപിയിൽ തർക്കമില്ല എന്നായിരുന്നു എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. അധികാരത്തിലേറി 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം തനിക്ക് തരാമെന്ന ധാരണയുണ്ടായിരുന്നുവെന്നാണ് തോമസ് കെ തോമസിന്റെ നിലപാട്. അങ്ങനെ ഒരു ധാരണയേ ഇല്ലെന്നാണ് ശശീന്ദ്രൻ പറയുന്നത്. ആദ്യം ശശീന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ ഇപ്പോൾ തോമസ് കെ തോമസിനൊപ്പമാണ്. മന്ത്രിസ്ഥാനത്തിൽ മാറ്റം വരുത്തുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി പി.സി. ചാക്കോ ചർച്ച ചെയ്തിരുന്നു. എൻസിപിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതിനു പിന്നാലെയാണ് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എൻസിപിയുടെ തീരുമാനം അറിയിച്ചാൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനോട് പറഞ്ഞു. എൻസിപിയുടെ പാർട്ടിയുടെ വിഷയമാണ്. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിട്ട് തീരുമാനമെടുത്ത് അറിയിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം.എൽ.എ. സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിലാണ് എ.കെ. ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നാൽ അപ്പോൾ നോക്കാമെന്ന് എ.കെ. ശശീന്ദ്രൻ. നമ്മുടെ പാർട്ടിയിൽ അങ്ങനത്തെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊരു ചർച്ച ഇപ്പോഴില്ല. ഇല്ലാത്ത സമയത്ത് 2.5 വർഷമാണോ 1.5 വർഷമാണോ 6 മാസമാണോ 3 മാസമാണോ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തി? എം.എൽ.എ. സ്ഥാനം രാജിവെക്കാൻ എ.കെ. ശശീന്ദ്രൻ തീരുമാനിച്ചാലും CPM അതിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. മീഡിയ 1 തിരുവനന്തപുരം. അസമിൽ ആധാർ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സങ്കീർണമാക്കാൻ സർക്കാരിന്റെ തീരുമാനം. അടുത്ത മാസം മുതൽ ആധാറിന് അപേക്ഷിക്കുമ്പോൾ NRC രസീത് നമ്പർ കൂടി ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ അപേക്ഷകൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. മുൻ SFI നേതാവിന്റെ ഇന്റേണൽ മാർക്ക് കൂട്ടിയ കാലിക്കറ്റ് സർവകലാശാല നടപടി ഗവർണർ റദ്ദാക്കി. മാർക്ക് കൂട്ടിയത് ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് രാജ്ഭവൻ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ ശക്തമാകും. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അബുദാബി കിരീടാവകാശി ഇന്ന് ഇന്ത്യയിൽ. നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. നടൻ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക സംഘം തുടരന്വേഷണം നടത്തും. പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. തൃശൂരിൽ H1N1 ബാധിച്ച് ഒരു മരണം. മരിച്ചത് ശ്രീനാരായണപുരം സ്വദേശി അനിൽ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം നാളെ മുതൽ. ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുന്നത് കേസിലെ ആദ്യ 50 സാക്ഷികളെ. മലപ്പുറം പുലാമന്തോളിൽ പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് വല്ലപ്പുഴ ചെമ്മങ്കുഴി സ്വദേശി സുഹൈൽ. ചിങ്ങമാസത്തിലെ അവസാന ഞായറാഴ്ച ഗുരുവായൂരിൽ നടന്നത് റെക്കോർഡ് വിവാഹങ്ങൾ. ഒറ്റ ദിവസം ക്ഷേത്രത്തിൽ 384 വിവാഹങ്ങളാണ് നടന്നത്. വിവാഹത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ദേവസ്വം ഒരുക്കിയിരുന്നു. ഇതാദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്രയും അധികം വിവാഹങ്ങൾ ഒരു ദിവസം നടക്കുന്നത്. 2017 ഇവിടെ നടന്ന 277 വിവാഹങ്ങളാണ് അവസാനത്തെ റെക്കോർഡ്. ഇതിനെ മറികടന്നാണ് 354 വിവാഹങ്ങൾ നടന്നത്. ചിങ്ങമാസത്തിലെ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങളുള്ള ദിവസമായതും അവസാന അവധി ദിവസമായതുമാണ് ഇന്നത്തെ റെക്കോർഡ് വിവാഹങ്ങൾക്ക് കാരണം. പുലർച്ചെ 4 മണിക്ക് വിവാഹങ്ങൾ ആരംഭിച്ചു. സ്ഥിരമായുള്ള 4 വിവാഹ മണ്ഡപങ്ങൾക്ക് പുറമെ 2 താൽക്കാലിക വിവാഹ മണ്ഡപങ്ങളും ഒരുക്കിയിരുന്നു. ഓരോ വിവാഹ സംഘത്തിനും 10 മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു ചടങ്ങ്. 12 മണിയോടെ എല്ലാ വിവാഹങ്ങളും പൂർത്തിയായി. നല്ല ഗൃഹപാഠം ചെയ്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ എല്ലാവരെയും അറിയിച്ചതുകൊണ്ട് വിവാഹ പാർട്ടികളുടെ ഭാഗത്തുനിന്നും വളരെ അവരൊരു തയ്യാറെടുപ്പോടുകൂടിയാണ് വന്നത്. അവധി ദിവസമായതിനാൽ ദർശനത്തിനും ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. കിഴക്കേ നടയ്ക്ക് സമീപം ഇതിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 2017 ശേഷം ഗുരുവായൂർ വീണ്ടും റെക്കോർഡ് വിവാഹങ്ങളുടെ വേദിയായി. ദേവസ്വത്തിന്റെ മുന്നൊരുക്കങ്ങൾ കൂടെ കൃത്യമായപ്പോൾ 354 വിവാഹ സംഘങ്ങൾക്കും തടസ്സമില്ലാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു. ഗുരുവായൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ ബിസുവിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1. US ഓപ്പൺ പുരുഷ ഫൈനൽ ഇന്ന്. ലോക 1-ാം നമ്പർ താരം ഇറ്റലിയുടെ ജാനിക് സിന്നർ അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെ നേരിടും. 2006 ശേഷം ആദ്യമായാണ് അമേരിക്കയുടെ ഒരു പുരുഷ താരം ഗ്രാൻഡ് സ്ലാം ഫൈനലിലെത്തുന്നത്. വനിതകളിൽ ബെലറൂസ് താരം അരീന സബലെങ്ക കിരീടം നേടി. അമേരിക്കയുടെ ജെസിക്ക പിഗുലയെ തോൽപ്പിച്ചാണ് സബലെങ്ക 3-ാം ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത്. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ. പോർച്ചുഗൽ സ്കോട്ട്ലൻഡിനെ നേരിടും. സ്പെയിന് സ്വിറ്റ്സർലൻഡാണ് എതിരാളി. ക്രൊയേഷ്യ പോളണ്ടുമായി ഏറ്റുമുട്ടും. ഡെൻമാർക്ക് സെർബിയ മത്സരവും ഇന്ന് നടക്കും. രാത്രി 12:30 മത്സരങ്ങൾ.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680 രൂപ, പവൻ 53,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ.